പ്രധാനമന്ത്രിയോട് അവതാരിക ഭയഭക്തിയോടെ ചോദിക്കുകയാണ്, താങ്കൾ എപ്പോഴൊക്കെ കേരളത്തിൽ വരുന്നോ അപ്പോഴെല്ലാം കേരളത്തിലെ കോപ്പറേറ്റീവ് ബാങ്കുകളെക്കുറിച്ചും അവിടുന്ന് കൊള്ള ചെയ്യപ്പെട്ട പാവങ്ങളുടെ പണത്തെക്കുറിച്ചും പറയാറുണ്ട്. ഇതിലെന്തെങ്കിലും നടപടി പ്രതീക്ഷിക്കാമോ എന്ന് ഉടൻ സത്യസന്ധനായ പ്രധാനമന്ത്രി താനൊരു കോപ്പറേറ്റീവ് ബാങ്ക് കൊള്ളയിൽ ഇടപെട്ടതിനെക്കുറിച്ചും അതിലൂടെ പാവങ്ങൾക്ക് 17,000 കോടി രൂപ തിരിച്ചു പിടിച്ചു നൽകിയതിനെക്കുറിച്ചും വാചാലനാവുന്നു. മാത്രമല്ല, കേരളത്തിൽ നിന്നുള്ള 300 സഹകരണ ബാങ്കുകളിൽ നിന്നായി കൊള്ളയടിക്കപ്പെട്ട 1,00,000 കോടി രൂപ തിരിച്ചു പിടിച്ചു നൽകുമെന്നും പറയുന്നു. തീർച്ചയായും പാവങ്ങളുടെ പണം കൊള്ളയടിച്ചവരെ പിടികൂടണം. പാവങ്ങൾക്ക് ആ പണം തിരികെ കിട്ടുകയും വേണം. പക്ഷേ ഈ 300 ബാങ്കുകളിൽ ക്രമക്കേട് എന്ന് പറയുന്നതിൽ എന്താ സത്യമെന്ന് എനിക്കറിയില്ല. കരുവന്നൂർ ഉൾപ്പെടെ കുറേ സഹകരണ ബാങ്കുകൾ കേട്ടിട്ടുണ്ട്. കേട്ടതെല്ലാം കൂട്ടിയാൽ 300 തികയില്ല. അതിനടുത്ത് പോലും എത്തില്ല. പോട്ടെ, എല്ലാം അറിയുന്നയാളാണല്ലോ അങ്ങ്. ആരെങ്കിലും ഒരു മൊഴി നൽകിയാൽ ഏത് മുഖ്യമന്ത്രിയെയും പിടിച്ചകത്തിടാൻ ശേഷിയുള്ള സത്യസന്ധൻ. സുപ്രീം കോടതി പോലും ക്രമക്കേടാണെന്ന് പറഞ്ഞ ഇലക്ട്രൽ ബോണ്ടിനെ ഇന്നും സുതാര്യതയുടെ നിറകുടമാണ് ആ പദ്ധതി എന്ന് വീക്ഷിക്കുന്ന മഹാൻ. പകൽ വെളിച്ചം പോലെ ബോണ്ട് അഴിമതികൾ വിരൽ ചൂണ്ടുമ്പോഴും പ്രതിപക്ഷ കക്ഷികളെല്ലാം പേടിക്കുന്ന ഇഡിയുടെ കൊമ്പിൽ തൊട്ടിലി കെട്ടി ഉറങ്ങുന്ന വീരൻ. അപ്പോൾ വിഷയത്തിലേക്ക് വരാം. മഹാരാഷ്ട്രയിൽ ഒരു നേതാവുണ്ട്, പേര് അജിത് പവാർ. സഹകരണ മേഖലയിലെ കൊള്ളക്കാരനെന്നാണ് മോദിജി പുള്ളിയെ വിളിച്ചിരുന്നത്. 25,000 കോടി രൂപയാണ് പുള്ളി സഹകരണ മേഖലയിൽ നിന്നും അടിച്ചു മാറ്റിയത്. അയ്യോ, ഇത് ഞാൻ പറഞ്ഞതല്ല, മോദിജിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും തന്നെ പലവട്ടം പറഞ്ഞതാണ്. മഹാരാഷ്ട്ര സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഘോട്ടാല. അങ്ങനെ അന്വേഷണമായി, കേസായി, സംഭവം അജിത് പവാറിന് പുലിവാലായി. ഉറക്കം നഷ്ടപ്പെട്ട അജിത്ത് സ്വന്തം ബന്ധുവായ ശരത് പവാറിന്റെ NCP വരെ പിളർത്തി ഒരു ദിവസം അങ്ങ് BJPയിൽ ചേർന്നു. അത്ഭുതം, അജിത് പവാറിനെതിരായ കേസ് സർക്കാർ പിൻവലിച്ചു. ഇതാ കടലാസ്. പുണ്യാത്മാവായ മോദിജിയിൽ ലയിച്ചതോടെ അജിത് പവാർ വിശുദ്ധനായി. അതും പോരാഞ്ഞ് മഹാരാഷ്ട്രയിൽ BJP പിന്താങ്ങുന്ന സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയുമാക്കി. വെറുതെ എല്ലാ നാട്ടിലെ കള്ളന്മാര് പെരുകുന്നത് നല്ല പ്രോത്സാഹനമല്ലേ? എടാ, കക്കുന്നതിനേക്കാൾ തെറ്റാണ് കട്ട മുതൽ വാങ്ങി ഉപയോഗിക്കുന്നത്. അല്ല, അപ്പോൾ കോപ്പറേറ്റീവ് ബാങ്ക് കവർച്ചയിലൂടെ പാവങ്ങൾക്ക് നഷ്ടമായ 25,000 കോടി രൂപ അത് തിരിച്ചു പിടിക്കണ്ടേ? അവർക്ക് കൊടുക്കണ്ടേ മോദിജി? അങ്ങനെ ആരും ചോദിച്ചില്ല. ഇത് ചോദിക്കുന്നവരെ ആരും കേട്ടതുമില്ല. എന്തായാലും പട്ടിണിയിലായ അതോ ആഖ്യാതമായ 80 കോടി പേർക്ക് മോദിജി 5 കിലോ റേഷൻ കൊടുക്കുന്നുണ്ട്. തൽക്കാലം അത് വാങ്ങിത്തന്ന് പാവങ്ങൾ ജീവിക്കട്ടെ. ഇനിയും ജീവിതം ബാക്കിയുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും കാശ് തിരികെ വാങ്ങിക്കാൻ ആയേക്കാം. ഇനി രണ്ടാമത്തെ കഥ. ബംഗളൂരുവിൽ ശ്രീ ഗുരു രാഘവേന്ദ്ര എന്നൊരു കോപ്പറേറ്റീവ് ബാങ്കുണ്ട്. കൊള്ളപ്പലിശ വാഗ്ദാനം ചെയ്ത് 20,000-ഓളം ഇടപാടുകാരെ പറ്റിച്ചൊരു ബാങ്കാണിത്. ശ്രദ്ധിക്കണം, കോപ്പറേറ്റീവ് ബാങ്ക്. കഴിഞ്ഞ ദിവസം അവിടെ ഇടപാടുകാരുമായി നടന്ന മീറ്റിംഗിൽ BJP MP തേജസ്വി സൂര്യയും അമ്മാമനും MLA-യുമായ രവി സുബ്രഹ്മണ്യനും പരാതി പറയുകയും ചോദ്യം ചോദിക്കുകയും ചെയ്ത ഒരു സ്ത്രീയെ തല്ലി എന്ന് വരെ കേൾക്കുന്നുണ്ട്. തേജസ്വിയുടെ അമ്മാമനാണ് തല്ലിയത് എന്നാണ് പറഞ്ഞു കേട്ടത്. പ്രായമായവർ ചോദിക്കുന്നതിനോട് മൈൻഡ് പോലും ചെയ്തില്ല യുവസിംഹം തേജസ്വി. ആളുകളിൽ നിന്ന് തല്ലുകൊള്ളാതെ ഇറങ്ങി ഓടുകയായിരുന്നു അവർ. അങ്ങനെ പ്രധാനമന്ത്രി പാർട്ടി നടത്തിയ നാടറിഞ്ഞ സഹകരണ മേഖല രക്ഷാദൗത്യങ്ങളിൽ 1-2 ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ മോദി സാർ കരുവന്നൂരിനെ, അവിടുത്തെ നിക്ഷേപകരെയൊക്കെ കാക്കുമെന്ന് കരുതുന്നവരെ നിങ്ങൾക്ക് നല്ല നമസ്കാരം. വോട്ടിന് വേണ്ടി കാണിക്കുന്ന മുതലക്കണ്ണീരുകൾ തിരിച്ചറിയാൻ നാം ശീലിക്കേണ്ടിയിരിക്കുന്നു. ഇനി മുതലക്കണ്ണീരിൽ വീണാലോ പ്രത്യേകിച്ചൊന്നും നടക്കുകയുമില്ല. കേരളത്തിലെ പ്രശ്നങ്ങൾ ഇവിടെ തീർത്തില്ലെങ്കിൽ മുട്ടനാടുകളെ തമ്മിൽ തെല്ലിച്ച് ചോര കുടിക്കാൻ കുറുക്കനെത്തുന്ന കാലമാണിത്. മലയാളത്തിലെ ആ കൊച്ചു കഥ സ്മരിച്ചുകൊണ്ട് മോദിജിയെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ പുള്ളി പറയുന്നതല്ലാതെ മറ്റൊന്നും ഓർമ്മിപ്പിക്കുകയോ ചോദിക്കുകയോ പാടില്ലെന്നും അറിഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ജയ് ഇന്ത്യ, ജയ് ജനാധിപത്യം.